കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകാൻ കേരളം ഇപ്പോൾ മൃതദേഹം ലിസി ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്ന് കളമശ്ശേരി ടൗൺ ഹാളിലേക്കായിരിക്കും മൃതദേഹം എത്തിക്കുക. എസ് ശ്രീകാന്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിസി ആശുപത്രിയിൽ നിന്ന്. ശ്രീകാന്ത്, മൃതദേഹം ലിസി ആശുപത്രിയിൽ നിന്ന് മാറ്റുകയാണോ? കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണോ ശ്രീകാന്ത്? ഉന്മേഷ്, ഇതാ മലയാളത്തിന്റെ അമ്മയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതിനുള്ള കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസ് ഇപ്പോൾ ആ മോർച്ചറിയുടെ മുൻവശത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ പൊതുദർശനത്തിന് ഒരു ചെറിയ സംവിധാനം ഒരുക്കിയിരുന്നു, ഒരു സൗകര്യം ഒരുക്കിയിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. ഈ ആംബുലൻസിലേക്ക്, കാണുന്ന ആംബുലൻസിലേക്ക് കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം മാറ്റും. ഇവിടെ നിന്നും വിലാപയാത്രയായാണ് പൊതുദർശനം നടക്കുന്ന കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ പോകുന്നത്. അകത്ത് ഇന്ന് രാവിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ, ആശുപത്രി സ്റ്റാഫുകൾ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ പുറത്തേക്ക് ഈ മൃതദേഹം ഇറക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക്, ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ആംബുലൻസിലേക്ക് മാറ്റും. ഇവിടെ നിന്നായിരിക്കും കൊണ്ടുപോകുന്നത്. 8:30-ക്ക് മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു തീരുമാനിച്ചത്. ശ്രീകാന്ത്, ഒരു നിമിഷം വിഷ്ണു സുരേഷിലേക്ക് ഒന്ന് പോയതിനു ശേഷം എത്താം. വിഷ്ണു, ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണോ വിഷ്ണു? ഉന്മേഷ, അരമണിക്കൂറോളം ആശുപത്രിയിൽ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അമ്മ സംഘടനയെ പ്രതികരിച്ച് വിനു മോഹനും സുരേഷ് കൃഷ്ണയും അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. മറ്റ് സംഘടനാ പ്രവർത്തകരും ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകുക. അതിനുശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെ രാവിലെ ഈ ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്കും അതോടൊപ്പം മരണവിവരം അറിഞ്ഞ് പുറത്തുനിന്നുള്ള എത്തുന്ന ആളുകൾക്കുമാണ് പൊതുദർശനത്തിന് സമയം ഒരുക്കിയിരുന്നത്. ഏകദേശം അരമണിക്കൂർ മാത്രമായിരുന്നു സമയം. അതിനുശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിന് ശേഷം ഇങ്ങോട്ട് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നേരത്തെ ആശുപത്രിയിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിൽ അവർ ഇങ്ങോട്ടേക്ക് എത്തില്ല. അവർ കളമശ്ശേരിയിലേക്ക് തന്നെ എത്തും എന്നാണ് സ്ഥിരീകരിക്കുന്നത്. ഈ അവസാനവട്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നത്. ആംബുലൻസ് അടക്കം പുറത്ത് സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി വിഷ്ണു. അവിടെ നിന്ന് ലിസി ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ച് പൊതുദർശനത്തിന് വയ്ക്കും.